അർജന്റീന ഒരു ഗോൾ അടിച്ച് ജയിച്ചാൽ വിവാദങ്ങൾ 2 ഗോൾ അടിക്കുന്നതാണ് ചരിത്രം. ഫുട്ബോളിന്റെ തമ്പുരാക്കന്മാരെന്ന് വാഴ്ത്തുമ്പോഴും അർജന്റീനയുടെ ഓരോ കിരീട നേട്ടങ്ങൾക്കും പിന്നിൽ ചതിയുടെ വലിയ ചരിത്രം തന്നെയുണ്ടെന്നാണ് എതിരാളികൾ എപ്പോഴും ആരോപിക്കുന്നത്. പെറൂവിയൻ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് അർജന്റീനയുടെ ഭരണാധികാരി കയറി ഭീഷണിപ്പെടുത്തിയതു മുതൽ മറഡോണയുടെ ഹാൻഡ് ഗോളും നെതർലൻഡിനെതിരെ മെസ്സിക്കും കൂട്ടർക്കും അനുവദിച്ച പെനാൽറ്റികൾ വരെ ഈ ചതിയുടെ നേർക്കാഴ്ചയാണെന്നാണ് ഇക്കൂട്ടരുടെ വാദം. അർജന്റീന വിവാദങ്ങളുടെ ഗോളടിച്ച ചരിത്രങ്ങൾ ഇങ്ങനെ: 3 തവണയാണ് അർജന്റീന ലോക കിരീടം അണിയുന്നത്. എന്നാൽ ആ കപ്പ് നേട്ടങ്ങളെല്ലാം ചെന്നെത്തി നിൽക്കുന്നത് വിവാദങ്ങളിലേക്കാണ്. 1978 അന്നാണ് ആദ്യമായി അർജന്റീന ലോകകപ്പിൽ മുത്തമിടുന്നത്, അതും അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന്. ഗ്രൂപ്പ് ഘട്ടത്തിൽ പെറുവിനെതിരെ 6-0 എന്ന അർജന്റീനയുടെ വിജയമാണ് ഏറ്റവും വലിയ വിവാദത്തിന് വഴിതെളിച്ചത്. ഫൈനൽ കടക്കാൻ അർജന്റീനയ്ക്ക് 4 ഗോളുകളുടെ മാർജിനൽ വിജയം ആവശ്യമായിരുന്നു. കാരണം ബ്രസീൽ അത്രയും ഗോൾ വ്യത്യാസത്തിൽ മുന്നേറിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെറുവിന്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് അർജന്റീനയുടെ ഭരണാധികാരി കയറി ചെല്ലുന്നത്. അക്കാലത്ത് പട്ടാള ഭരണകൂടമായിരുന്നു അർജന്റീന ഭരിച്ചിരുന്നത്. അവർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പെറുവിനെ ഭീഷണിപ്പെടുത്തിയും കൈക്കൂലി നൽകിയും മത്സരം ഒത്തുകളിക്കുകയും ചെയ്തെന്നും അങ്ങനെയാണ് കപ്പ് നേടിയതെന്നുമൊക്കെയാണ് ആരോപണങ്ങൾ ഉയർന്നത്. ആ വിവാദം ഓരോ ലോകകപ്പ് വരുമ്പോഴും ആളുകൾ ചർച്ചയാക്കാറുണ്ട്. വിവാദ നമ്പർ 2. 1986 ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടും അർജന്റീനയും ഏറ്റുമുട്ടുകയാണ്. മത്സരത്തിന്റെ 2ാം പകുതിയിൽ ഇംഗ്ലണ്ടിന്റെ ഡിഫൻസ് താരം സ്റ്റീവ് ഹോഡ്ജ് അബദ്ധത്തിൽ നൽകിയ ബാക്ക് പാസ് മാറഡോണ ഉയർന്നു ചാടി തന്റെ ഇടത് കൈകൊണ്ട് തട്ടി വലയിലാക്കുകയായിരുന്നു. അർജന്റീനയുടെ ഈ വിജയ ഗോൾ കൈകൊണ്ട് തട്ടിയിട്ടതാണെന്നും റഫറിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിന് അത് കാണാനും സാധിച്ചില്ല. അതിനാൽ അവർ ഗോൾ അനുവദിക്കുകയും അർജന്റീന 1-0 മുന്നിലെത്തുകയും ചെയ്തു. ആ മത്സരത്തിൽ അർജന്റീന 2-1 ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ആ വർഷത്തെ ലോകകപ്പ് നേടുകയും ചെയ്തു. എന്നാലും ഹാൻഡ് ഓഫ് ഗോഡ് എന്ന പേരിൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദമായി മറഡോണയുടെ ആ ഗോൾ മാറി. വിവാദ നമ്പർ 3. 2022 ലോകകപ്പിൽ അർജന്റീനയും നെതർലൻഡ്സും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തെ ബാറ്റിൽ ഓഫ് ലൂസെൽ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ അച്ചടക്കമില്ലാത്തതും അക്രമാസക്തവുമായ മത്സരങ്ങളിൽ ഒന്നായാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. കളി കഴിഞ്ഞ ശേഷം മെസ്സി ഡച്ച് കോച്ച് ലൂയിസ് വാൻ ഗാലിനോടും മറ്റ് കളിക്കാരോടും വാക്കേറ്റമുണ്ടാക്കുന്നതുമൊക്കെ വലിയ വിവാദമായിരുന്നു. സ്വർണ്ണക്കപ്പ് അർജന്റീനയ്ക്ക് തന്നെയെന്ന് ഫിഫ മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ചതാണെന്നും മെസ്സിക്ക് അനുകൂലമായി ടൂർണമെന്റ് ഫിക്സ് ചെയ്തതാണെന്നുമൊക്കെയുള്ള വിമർശനങ്ങൾ നാനാ കോണിൽ നിന്നും ഉയർന്നു. മത്സരത്തിൽ അർജന്റീനയ്ക്ക് അനുകൂലമായി 5 പെനാൽറ്റികൾ ലഭിച്ചു. മെസ്സിക്കും അർജന്റീനയ്ക്കും കപ്പ് കൊടുക്കാൻ വേണ്ടി ഫിഫ ഇത് മുൻകൂട്ടി നിശ്ചയിച്ചതാണെന്ന് നെതർലൻഡ്സ് മുൻ കോച്ച് ലൂയിസ് വാൻ ഗാൽ, പോർച്ചുഗൽ താരങ്ങളായ പെപ്പെ, ബ്രൂണോ ഫെർണാണ്ടസ് എന്നിവർ പരസ്യമായി ആരോപിച്ചു. വിവാദ നമ്പർ 4. ഇക്കുറി അൾജീരിയയും അർജന്റീനയും തമ്മിൽ നടന്ന മത്സരവും ഏറെ വിവാദങ്ങൾക്ക് കാരണമായി. ഇരു കൂട്ടരും പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നു. 2022 ലോകകപ്പ് ഫൈനൽ നിയന്ത്രിച്ച ഷിമോൺ മാൻസിനി ആയിരുന്നു ഈ മത്സരത്തിന്റെ റഫറി. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ അൾജീരിയൻ ക്യാപ്റ്റൻ ഐസാമാൻഡിയുടെ കാലിൽ മെസ്സി ചവിട്ടി. ആ സ്റ്റഡപ്പ് ടാക്കിൽ വലിയ വിവാദമായിരുന്നു. മാത്രമല്ല റഫറി യാതൊരു കാർഡും നൽകിയതുമില്ല. മറ്റു ടീമിലെ താരങ്ങൾക്ക് സമാനമായ ഫൗളുകൾക്ക് റെഡ് കാർഡ് നൽകിയപ്പോൾ അതേ സ്ഥാനത്ത് മെസ്സിയെ പുറത്താക്കാത്തത് അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രത്യേക പരിഗണനയാണെന്നാണ് വിമർശകർ പറയുന്നത്. അതേ മത്സരത്തിൽ 2ാം പകുതിയിൽ അൾജീരിയൻ താരം ഇബ്രാഹിം മാസയുടെ മുഖത്ത് അലക്സിസ് മാക് അലിസ്റ്റർ കൈമുട്ടുകൊണ്ടിടിച്ചതും റഫറിയായ ഷിമോൺ പരിശോധിച്ചില്ല. ഇതും അർജന്റീനയ്ക്ക് നൽകുന്ന സഹായ കരങ്ങളാണെന്ന് വിമർശകർ വിധിയെഴുതി. എന്നാൽ വിമർശനങ്ങളും ആക്ഷേപങ്ങളും തള്ളിക്കളഞ്ഞ് തങ്ങളുടെ മെസ്സിയെയും അർജന്റീനയെയും ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്. വിമർശകരെ, നിങ്ങൾ നെഗറ്റീവുകൾ പറഞ്ഞോളൂ, ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. കാരണം കൂടെയുള്ളത് ഫുട്ബോളിന്റെ മാന്ത്രികനാണ്. അയാൾ മായാജാലങ്ങൾ കാട്ടിക്കൊണ്ടേയിരിക്കും.